കൊച്ചിയിലെ ആദ്യത്തെ ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ ഗൗതം കാർക്കിനോസ് ക്യാൻസർ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നു. ഗൗതം ഹോസ്പിറ്റലിന്റെയും കാർക്കിനോസ് ഹെൽത്ത് കെയറിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാൻസർ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്. ജനുവരി 9-ന് കൊച്ചി MLA KJ മാക്സി ഉദ്ഘാടനം നിർവഹിക്കും. കൊച്ചിയിലെ ആദ്യ NABH അംഗീകൃത മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഗൗതം ഹോസ്പിറ്റലിന്റെയും ക്യാൻസർ പരിരക്ഷ ആസൂത്രണ രംഗത്തെ മുൻനിരക്കാരായ കാർക്കിനോസ് ഹെൽത്ത് കെയറിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പനയപ്പള്ളി ഗൗതം ആശുപത്രിയിൽ കൊച്ചിയിലെ ആദ്യത്തെ ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ ഗൗതം കാർക്കിനോസ് ക്യാൻസർ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇവിടെ പശ്ചിമ കൊച്ചിയിൽ ആദ്യമായിട്ട് നമ്മളിപ്പോൾ ക്യാൻസർ ഡിറ്റക്ഷന് വേണ്ടിയും ഒരു ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പുറപ്പെടലാണ് ഇപ്പോൾ. നമ്മൾ ഗൗതം ഹോസ്പിറ്റലും കരിക്കിനോസും ആണ് സംയുക്തമായിട്ട് ചെയ്യുന്നത്. ടാറ്റ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള കരിക്കിനോസ് ആണ് ഈ സംരംഭം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് ചെയ്യാൻ പോകുന്നത്. ജനുവരി 9-ന് ഗൗതം ആശുപത്രിയിൽ വെച്ച് കൊച്ചി MLA KJ മാക്സി ഉദ്ഘാടനം ചെയ്യും. ചികിത്സാ സേവനങ്ങളുടെ ലഭ്യതയോ അത് താങ്ങാനാവാത്ത സ്ഥിതിയോ മൂലം ആർക്കും ഗുണമേന്മയുള്ള ക്യാൻസർ പരിരക്ഷ നിഷേധിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കുകയാണ് ഗൗതം കാർക്കിനോസ് ക്യാൻസർ സെന്ററിന്റെ പ്രാഥമിക ലക്ഷ്യം. സാധാരണ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ക്യാൻസർ സെന്ററിലാണ് അവർ പോകുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്കും അത് വളരെ അഡ്വാൻസ് സ്റ്റേജിലായിട്ട് കണ്ടുപിടിക്കുന്നത്. അത് മാത്രമല്ല, ചികിത്സയ്ക്കാണെങ്കിൽ ഒത്തിരി തിക്കും തിരക്കും ഉണ്ടായിട്ട് ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിൽ ഒത്തിരി ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്. അത് നേരത്തെ കണ്ടുപിടിക്കുക, അതാണ് വലിയൊരു നയം. അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റും NGO അങ്ങനെ പല ആൾക്കാരോട് കൂടെ ചേർന്നിട്ട് ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ച പേഷ്യൻസിനെ എല്ലാത്തിനും നമുക്കുള്ള ഒരു ക്യാൻസർ ഡയഗ്നോസ്റ്റിക് സെൻറ്റർ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ക്യാൻസർ പരിശോധന, ആധുനിക രീതിയിലുള്ള ക്യാൻസർ നിർണയം, ക്യാൻസർ സർജറി, മുൻകൂർ രോഗനിർണയം, ക്യാൻസർ രോഗവിദഗ്ധരുടെ വെർച്വൽ ട്യൂമർ ബോർഡ് തുടങ്ങിയ നിരവധി സേവനങ്ങൾ ഗൗതം കാർക്കിനോസ് ക്യാൻസർ സെന്ററിൽ ലഭ്യമാകുമെന്ന് ഗൗതം ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ശ്രീറാം ചന്ദ്രൻ, കാർക്കിനോസ് ഹെൽത്ത് കെയർ കേരള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ മോനി എബ്രഹാം കുര്യാക്കോസ്, കാർക്കിനോസ് ഹെൽത്ത് കെയർ കേരള ഓപ്പറേഷൻ സ്റ്റേറ്റ് ഹെഡ് അമിത് കുമാർ, മാർക്കറ്റിംഗ് മാനേജർ ആന്റണി ഫ്രാൻസിസ്, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ സെഫിൻ സണ്ണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏർലി ഡിറ്റക്ഷനിൽ ചെയ്യുവാണെങ്കിൽ ആൾക്കാരിൽ പൈസയുടെ ഇത് നോക്കാൻ പറ്റും. ഏർലി ഡിറ്റക്ഷനിൽ അഫോർഡബിലിറ്റിയെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ലേറ്റ് സ്റ്റേജിൽ വരുന്ന ഡെത്ത്സ് 70 to 80% ആണ്. അതേ ഏർലി സ്റ്റേജിൽ വരുവാണെങ്കിൽ ഈ ഡെത്ത്സ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ ഏർലി ഡിറ്റക്ഷൻ്റെ ഒരു പവർ. കാർക്കിനോസ് ക്യാൻസർ സെന്റർ എന്നാണ് നമ്മൾ ഈ സെന്ററിന് പേരിട്ടിരിക്കുന്നത്. ഈ സെന്ററിന്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ലെവലിൽ ഏർലി ഡിറ്റക്ഷൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നേരത്തെ ഈ രോഗസാധ്യത മനസ്സിലാക്കി അതിന് ചികിത്സ നൽകുന്നത് വഴിയായിട്ട് നേരത്തെ രോഗം ഭേദമാക്കുന്നതിനും സാമ്പത്തിക വലിയ തകർച്ചയിലേക്ക് ആളുകൾ പോകാതിരിക്കുന്നതിനൊരു സാഹചര്യം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ സെന്ററിന്റെ ഭാഗമായുള്ള ഒരു ഏറ്റവും സയന്റിഫിക് ആയിട്ടുള്ള മെത്തഡോളജിയാണ് യൂസ് ചെയ്യുന്നത്. വലിയ ഹോസ്പിറ്റൽസും മയോ ക്ലിനിക് പോലുള്ള സംരംഭങ്ങളെല്ലാം ടാറ്റ ട്രസ്റ്റുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അവരുടെ സേവനങ്ങളെല്ലാം ഗൗതം കാർക്കിനോസ് ക്യാൻസർ സെന്ററിൽ ലഭ്യമാണ്. അതുവഴി ഏറ്റവും നൂതന സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ആധുനിക രീതിയിലുള്ള ഡിറ്റക്ഷനും പ്രതിരോധ രീതികളും നമുക്കിവിടെ ലഭ്യമാക്കാൻ സാധിക്കും. നേരത്തെ ന്യൂസ് ബ്യൂറോ, കൊച്ചി. പള്ളുരുത്തി മണ്ഡലം സർവീസ് സഹകരണ ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റായ സ്മാർട്ട് മാർട്ട് വിജയകരമായ 1ാം വാർഷികത്തിലേക്ക്. ഡിസംബർ 1 മുതൽ ജനുവരി 10 വരെയുള്ള പർച്ചേസുകളിൽ നിന്നും മെഗാ നറുക്കെടുപ്പിലൂടെ 20 ഭാഗ്യശാലികൾക്ക് ഉഗ്രൻ സമ്മാനങ്ങളും. ഡിസംബർ 24 വരെ ഓരോ ദിവസവും നറുക്കെടുപ്പുകൾ. PMSEB സ്മാർട്ട് മാർട്ട് 40 ഫീറ്റ് റോഡ്, പള്ളുരുത്തി.